ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ മാസത്തെ, അതായത് നമ്മുടെ ഏപ്രിൽ മന്തിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഓൾറെഡി റീസൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോബിന് പോകുന്നതുകൊണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ മന്ത് ഞാൻ ഒരു വലിയ ഡിസിഷനാണ് ആക്ച്വലി എടുത്തത്. ഒരുപാട് ഡിസിഷൻസ് എടുത്തു. അതിൽ ഒരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ജോബ് റിസൈൻ ചെയ്തു. അതിന് കുറേ റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി റിസൈൻ ചെയ്യാനായിട്ട് കാര്യം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ കൊണ്ട് കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടും. ആളിനി LKG ചേർക്കേണ്ടതല്ലേ. അപ്പോൾ ഓൾറെഡി സ്പീറ്റിലേക്ക് ഉള്ളതുകൊണ്ട് അവൻ്റെ കാര്യം കൂടെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നെ മെയിനായിട്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണ്. കാരണം നമ്മൾ ആരോഗ്യപരമായിട്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം, ചുറ്റിനുള്ളവരുടെ കാര്യം ബാധിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഫുള്ളായിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യാറില്ല എന്നുള്ളതാണ് കേട്ടോ. എടുത്ത് തുടങ്ങും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ മൈൻഡിലോട്ട് പോവും. പിന്നെ അത് എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ, വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. ഇനിയുള്ള ദിവസങ്ങളിൽ റെഗുലറായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു മൈൻഡ് ഒന്ന് സെറ്റായിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ഒരുപാട് പേര് അന്വേഷിച്ചായിരുന്നു വീഡിയോസ് ഇടാത്തതുകൊണ്ടും എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടും. പിന്നെ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ജോബിൻ്റെ കാര്യം കൊണ്ടാണെന്ന് പറയുന്നതുകൊണ്ട് അവരതാണെന്ന് കരുതിയിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പഴയ ഫ്രണ്ട്സ്, യൂട്യൂബിലെ ഫ്രണ്ട്സ് ആണെങ്കിലും പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മൾ സിയാൻകുട്ടിൻ്റെ ചെറിയൊരു മേക്ക് ഓവറാണ്, ഹെയർ കട്ട് വീഡിയോ ആണ്. അതേപോലെ ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറയുന്നില്ല, ഒരു ചുറ്റിക്കറങ്ങൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സിയാനെ ഞങ്ങൾ സാധാരണ മുടി വെട്ടാൻ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവൻ്റെ മടിയിൽ ഇരുത്തുവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു സിയാനെ ഇരുത്തിച്ചിട്ട് മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സിയാൻ ഫോണിലൊക്കെ മുടി വെട്ടുന്നത് കാണുമ്പോൾ ഇരുന്ന് കാണിച്ചൊക്കെ തരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പ്രാവശ്യം സിയാനെ അവിടെ ഇരുത്തിയിട്ട്, ചെയറിൽ ഇരുത്തിയിട്ട് തന്നെ, എൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ചെയറിൽ ഇരുത്തിയിട്ട് മുടി വെട്ടിപ്പിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും അവനങ്ങ് റിലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം കേട്ടോ. കാണിച്ചു കൊടുത്തേ, കോക്കേനെ കാണിച്ചു കൊടുത്തേ. അച്ചു കോക്കയാടാ. എല്ലൊന്ന് പിടിച്ചു കൊടുത്തേ. അത് കിടക്കട്ടെ. നല്ല കുട്ടനെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടേ, മുടി വെട്ടണ കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇത് വീഡിയോ അങ്ങനെ വെച്ചോട്ടാ. ദൈവമേ, നമുക്ക് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഡ്രിമ്മർ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും അവൻ തുടങ്ങി കേട്ടോ, കരച്ചിലും പിടിച്ചിലൊക്കെ തുടങ്ങി. എന്നാലും ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം അങ്ങനെ പോട്ടെ. എപ്പോഴും ഇങ്ങനെ നമ്മൾ മടിയിലിരുത്തി കൈയും കാലും കൂട്ടി പിടിച്ചൊക്കെ വെട്ടുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്ററാണ് അവൻ തന്നെ നിന്ന് തരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചേട്ടൻ കുറച്ച് കമ്പനിയാണ് കേട്ടോ. കുറച്ച് സംസാരിച്ചൊക്കെ ഇങ്ങനെ കമ്പനിയായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനും അതിനനുസരിച്ചിട്ട് നിൽക്കും കേട്ടോ. ഇങ്ങനെ കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതുക്കെ വെട്ടു കേട്ടോ. അവനെ കളിയാക്കി അയ്യേ കരയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നിന്ന് തരും കേട്ടോ. എന്നാലും ഭയങ്കര ആദ്യമൊക്കെ ഇരുന്ന സമയത്ത് കണ്ണീരിങ്ങനെ പൊടിയുമായിരുന്നു കേട്ടോ. കണ്ണീര് നമുക്കും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. പിന്നെ ആൾ ഓക്കെ ആയിട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു മുടിവെട്ടിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. നല്ല ഓക്കെ ആയിട്ട് നല്ല മിടുക്കനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ നേരത്തെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് കേട്ടോ, സിയാനെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യും. സിയാൻ ഓരോന്നും കാണിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഷോർട്സിലാണെങ്കിലും നമ്മൾ കോമഡി വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും പറയും മോനെ ഇൻക്ലൂഡ് അവൻ കാണിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്താലും പ്രശ്നമാണ് കേട്ടോ. നമുക്ക് മോണിറ്റൈസേഷന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് കാരണം
കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നല്ല നീറ്റായിട്ട് ദേ മുടിയൊക്കെ വെട്ടി നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് സിയാനൊക്കെ ഇൻക്ലൂഡ് ചെയ്യട്ടോ. അവനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റീൽസൊക്കെ എടുക്കാൻ നേരത്ത് അവൻ വന്ന് സ്റ്റാൻഡ് എടുത്ത് തരും. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്തോളും. നല്ല സൂപ്പറായിട്ട് അഭിനയിക്കും കേട്ടോ അവന്. അങ്ങനെ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ രാത്രിത്തേക്ക് ഓട്സാണ് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്. ഇച്ചിരി വണ്ണമൊക്കെ വെച്ച കാരണം അപ്പോൾ അത് കാരണം ഓട്സ് ആക്കി. അപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. പോമഗ്രാനേറ്റ് ഒക്കെ ഇട്ട് കഴിക്കാൻ, ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിക്കാനായിട്ട് ഓട്സിനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചത്ത് ഊണ് വന്നിട്ട് ചോറ്, അതേപോലെ ചെറുപയർ, അതേപോലെ അതേ ചമ്മന്തിയും പപ്പടമൊക്കെയാണ് കേട്ടോ. അമ്മയാണ് ചമ്മന്തിയും പപ്പടമൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചൊന്ന് പുറത്തൊക്കെ പോകാമെന്ന് കറങ്ങാമെന്ന് കരുതി കേട്ടോ. കാരണം ഞാനും വെള്ളരും തമ്മി കണ്ടിട്ട് കുറേ നാളായി മര്യാദക്ക് കേട്ടോ. എല്ലാവരും ജോലി തിരക്കിലാണ്. എല്ലനും ഒരു സമയത്താണ് ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത്. ഞാനും ഒരു സമയം ആകുമ്പോഴായിരിക്കും. പിന്നെ എന്തെങ്കിലും വല്ലതും കഴിച്ച് കുളിച്ച് കിടന്നുറങ്ങുക, ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് അങ്ങനെ പോകുന്നുമില്ല ഇപ്പം. അങ്ങനെ ഒരു ദിവസം സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തോ വലിയ റിലാക്സേഷൻ പോലെയാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി കേട്ടോ. ജസ്റ്റ് വേറെ എവിടെ ഒന്നുമില്ല, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. മണ്ണൂരൊക്കെ പോകാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. മഴയാണോ സിയാനെ? മഴ. നമ്മളിനി എങ്ങോട്ട് പോണം? അമ്മ കഴിക്കാൻ പോവാണോ സിയാനെ? അമ്മ കഴിക്കാൻ പോവല്ലേ? സിന മഴ പെയ്യാണോ? മഴ പെയ്യല്ലേ? ഈശോ, എന്ത് ചെയ്യും? മഴ. മഞ്ച്. ഇതെന്താ ചെയ്യണേ? മഞ്ച്. ഇതെന്താ ചെയ്യാൻ? മഞ്ച്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. കാരണം വേറെ എവിടെയും പോകാനായിട്ട് നമുക്ക് പറ്റില്ലായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടൂരിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതേപോലെ എൽഡൻ മസാല ദോശ. എൽഡനും മസാല ദോശയാണ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ബട്ടൂര കഴിക്കാൻ ഭയങ്കര കൊതി കേട്ടോ. പ്രത്യേകിച്ച് ഈ അന്നപൂർണ്ണയിലെ ബട്ടൂര അതേപോലെ ചന്ന മസാല ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നല്ല മഴയാണ്. എന്നിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ ഫുള്ളിങ്ങനെ മഞ്ഞായതുകൊണ്ട് തന്നെ ഗ്ലാസ്സിലിങ്ങനെ മഞ്ഞ് വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മഴയൊക്കെ ഒന്ന് തോന്നിട്ട് പതുക്കെ പോകാം. കാരണം ഓൾറെഡി ഹൈവേ ആണല്ലോ. അപ്പോൾ ചുമ്മാ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിരുന്നു കേട്ടോ.